ഉമ്മൻചാണ്ടിയെ സോളാറിൽ കൊടുക്കാൻ പിണറായി വിജയൻ ചെലവഴിച്ചത് കോടികൾ. 2 കോടിയോളം രൂപയായിരുന്നു സോളാർ കമ്മീഷന് വേണ്ടി ഖജനാവിൽ നിന്ന് മുടക്കിയത്. സരിതയുടെ കത്ത് സോളാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമാക്കിയത് വിവാദമായിരുന്നു. സോളാർ റിപ്പോർട്ടിൽ പ്രതിയായ സരിത എസ് നായരുടെ കത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരാമർശങ്ങൾ നീക്കണമെന്ന ഉമ്മൻചാണ്ടിയുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചത് പിണറായി വിജയന് തിരിച്ചടിയായിരുന്നു. പരാമർശങ്ങൾ നീക്കണമെന്ന ഉമ്മൻചാണ്ടിയുടെ ആവശ്യം തടയാൻ ഡൽഹിയിൽ നിന്ന് അഭിഭാഷകരെ പിണറായി കൊണ്ടുവന്നു. സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ രഞ്ജിത് കുമാറിനെയാണ് പിണറായി ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിറക്കിയത്. ഈ കേസിൽ 1.20 കോടി രഞ്ജിത് കുമാറിന് അഭിഭാഷക ഫീസായി നൽകിയെന്ന ഈ മാസം 11-ന് നിയമസഭയിൽ നൽകിയ മറുപടിയിൽ നിയമമന്ത്രി പി രാജീവ് വ്യക്തമാക്കിയിരുന്നു. ഡൽഹിയിൽ നിന്ന് 4 തവണ രഞ്ജിത് കുമാർ എറണാകുളം ഹൈക്കോടതിയിൽ പറന്നെത്തി. ഹോട്ടൽ താമസത്തിനും വിമാനക്കൂലിക്കും 2.13 ലക്ഷവും രഞ്ജിത് കുമാറിന് നൽകി. ഖജനാവിൽ നിന്ന് കോടികൾ ഇറക്കി പിണറായി കളിച്ചെങ്കിലും ഹൈക്കോടതി ഉമ്മൻചാണ്ടിയുടെ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു. 2016-ൽ പിണറായി വിജയൻ അധികാരമേറ്റ ഉടൻ സോളാർ കേസ് CBIക്ക് വിട്ടിരുന്നു. തുടർന്ന് 7 വർഷത്തോളം എടുത്ത പരമോന്നത ഏജൻസി നടത്തിയ അന്വേഷണത്തിലാണ് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം വെളിവായത്. മരണത്തിന് ഏതാനും നാളുകൾക്ക് മുൻപ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി CBI റിപ്പോർട്ട് കൊടുത്തെങ്കിലും മരണത്തിന് തൊട്ടു പിന്നാലെ മാത്രമാണ് കോടതി അത് അംഗീകരിച്ചത്. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യാൻ ഖജനാവിലെ പണം വാരിയെറിഞ്ഞ പിണറായിക്കേറ്റ വലിയ തിരിച്ചടിയായിരുന്നു ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള CBI റിപ്പോർട്ട്.